ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ജീൻ വാൽജിൻ ബിഷപ്പിൻ്റെ വെള്ളിക്കരണ്ടി മോഷ്ടിച്ചതുപോലെ ഈ ഡോക്യുമെൻ്ററിയുടെ സകല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ജയചന്ദ്രൻ ഇവിടെ കഥയല്ല, പച്ചയായ ജീവിതം. വെള്ള തേച്ച് വെളുപ്പിക്കാനോ കരി തേച്ച് കറുപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല ആരെയും. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല, കുറ്റവാളിയായി ആരും ജനിക്കുന്നുമില്ല. തെറ്റ് തെറ്റാണ് എന്ന് മനനം ചെയ്യുന്നവനാണ് മനുഷ്യനായി മാറുന്നത്. തുണ്ടിച്ചിറയിൽ ജയചന്ദ്രൻ താണ്ടിയ പാതകൾ നിരവധിയാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കുള്ള ഒരു യാത്ര. ജയ, മക്കളൊക്കെ എന്ത് അകത്തുണ്ട്? അകത്തുണ്ടോ? എന്നാ വിളിക്ക്. മക്കൾ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇതാ 2 പേരും കൂടെ കഴിക്ക്. ഇത് നിനക്ക്. അമ്മയോട് ചായ എടുക്കാൻ പറ. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കണം. അല്ലാണ്ട് നിന്റെ ഒരു ഗ്ലാസ് ചായയല്ല എൻ്റെ ആവശ്യം. അതിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട്. ആ പേരിലാണ് അത് അറിയപ്പെടുക. എൻ്റെ ജീവിതകഥയ്ക്കും ഒരു പേരോ? പുനർജനി തേടി. നീ വിഷമിക്കണ്ട. നമുക്കിതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കാം. എൻ്റെ ചോദ്യം നിന്നെ മുറിവേൽപ്പിക്കുമോ എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാം. ഇതിലും വലിയ മുറിവേറ്റയാളാണ് ഞാൻ. ജീവിതം എപ്പോഴാണ് ജയന് പരാജയമായി തോന്നി തുടങ്ങിയത്? ഞാനൊരു 3 വർഷമായിട്ട് കുടുംബപരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വാഴ കൃഷിയും റബ്ബറുമായിട്ട് മുന്നോട്ട് പോവാണ്. ഷോൾഡർ പാട്ടം എടുത്തിട്ട്. അപ്പോൾ റബ്ബറിന് വില ഇടുകയും ചെയ്തു. പിന്നെ സാമ്പത്തിക കടബാധ്യത. പിന്നെ എല്ലാ സ്ഥലത്തും ബന്ധപ്പെട്ടു. അധികാരിയുടെ അടുത്ത്, മുഖ്യമന്ത്രിക്ക്, MLAക്ക്, പിന്നെ ഈ 3 സ്ഥലത്തും പരാതി കൊടുത്തു. അവരാരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു 12 കേസിൽ പ്രതിയായിരുന്നു. ഞാൻ ഒറിജിനലായിട്ട് ചെയ്ത് കഞ്ചാവ് കച്ചവടം ഞാൻ ചെയ്തു. കഞ്ചാവ് കേസ് എത്ര എണ്ണമുണ്ട്? 6 കേസുകൾ. 6 കേസുകൾ. ബാക്കിയുള്ള കേസുകൾ? ബാക്കിയുള്ള കേസുകൾ ഇവരെന്നെ ഓരോ പ്രാവശ്യം കൂട്ടിക്കൊണ്ടുപോകും, പിടിച്ചോണ്ടുപോകും. ഇരിട്ടിയിൽ എനിക്ക് തട്ടുകടയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇവർക്ക് തന്നെ എപ്പം വേണമെങ്കിലും പിടിച്ചോണ്ട് പോകും. ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകുന്ന പ്രതിയല്ല, ഒന്നുമല്ല. ഇരിട്ടിയിൽ തന്നെ ഉള്ള ഒരു തട്ടുകടയും കാര്യമായിട്ട്. അപ്പോൾ അങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഇവർ ഓരോ പ്രാവശ്യം വന്ന് അറസ്റ്റ് ചെയ്യും. ഇവരുടെ അടുത്ത് എന്തെല്ലാം കേസെന്ന് വെച്ചാൽ അതെനിക്ക് വെച്ച് തരും. അപ്പോൾ ഓരോ പ്രാവശ്യം എനിക്ക് കിട്ടുന്ന ഒറ്റപ്പെടുത്തത്തിന് 4 കേസ് വരെയും വന്നിട്ടുണ്ട്. ഈ കേസുകൾ മുഴുവൻ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ മാത്രമാണ്. വേറെ ഒരു ഒന്നിലുമില്ല. പിന്നെ ചെറുപ്പകാലത്ത് ഞാൻ നാട് വിട്ട് ജീവിച്ചൊരു പശ്ചാത്തലം അത് വേറെ. അപ്പോൾ ഇരിട്ടിയിൽ നിന്ന് പിടിച്ചത്, ഇപ്പോൾ ജയനെ ഇരിട്ടി പോലീസ് പിടിച്ചു. അവിടുന്ന് പോലീസ് മറ്റ് സ്റ്റേഷനിലേക്ക് മാറ്റുകയോ അവിടുന്ന് വേറെ വല്ല സ്ഥലത്തേക്ക് മാറ്റുകയോ അങ്ങനെയുള്ള സംഭവങ്ങൾ അതുണ്ട്. ചെറുപ്പകാലത്ത് അതായത് കണ്ടുള്ളത് ഫസ്റ്റത്തെ കേസ് 15 വയസ്സുള്ളപ്പോൾ നാട് വീട് മാടത്തിലാണ്. അവിടുന്ന് ഞാൻ നാട് വിട്ടുപോയി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ. അപ്പം രാത്രി കാലങ്ങളിൽ ഹോൾട്ട് ചെയ്യുന്ന ബസ്സുകളുണ്ട്. 2-3 ബസ്സുകൾ ഞാൻ അങ്ങനെ കഴിയുമ്പോൾ ഒരു ദിവസം 40-45 രൂപ 50 രൂപ അന്ന് കിട്ടും. അന്ന് പിന്നെ കുടുംബ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സിനിമയെല്ലാം കണ്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങും. പകൽ കഴിച്ചു കൂട്ടിയാൽ മതി, വൈകുന്നേരം അല്ല പണി, രാത്രി. അപ്പം അങ്ങനെ 1-2 സംശയ കേസുകളിൽ പെട്ടുപോയി. അപ്പം തലശ്ശേരി കേസിലാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസ് നടക്കുന്നത്. സംഭവം ഞാൻ വീട്ടിൽ നിന്ന് 15 വയസ്സായപ്പം നാട് വിട്ടു. തലശ്ശേരിയിലേക്ക് വണ്ടി കയറി മാടത്തിൽ നിന്നാണ് പോകുന്നത്. സ്വന്തം നാട് തറവാട് മാടത്തിലാണ്. മാടത്തിൽ നിന്നാണ് ഞാൻ പോകുന്നത്. മാടത്തിൽ നിന്ന് പോയി ഞാൻ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നു. വേറെ സ്ഥലമൊന്നുമില്ല. എനിക്കെങ്ങനെ അറിയില്ലാത്തൊരു പണി അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. അവിടുന്ന് തന്നെ 15 ദിവസത്തേന് റിമാൻഡ് ചെയ്യുകയാണുണ്ടായത്. സംശയ കേസിൽ എൻ്റെ പേരിൽ സംശയപരമായൊരു കേസ് അന്ന് 48 ആണ്. അതിൻ്റെ സ്വാധീനം 3 മാസം വരെ ഉണ്ട്. 15 ദിവസം കുറ്റം സമ്മതിച്ചാൽ അന്നേരം പിടിച്ചോണ്ട് പോകുന്ന പോലീസുകാരൻ പറഞ്ഞു 15 ദിവസം നീ കുറ്റം സമ്മതിച്ചാൽ മതി. അപ്പോൾ എനിക്കിതിനെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് വക്കീലാളോ ഒന്നും എൻ്റെ ബേക്കിൽ വരാനില്ലാത്തതുകൊണ്ട് ഞാനത് സമ്മതിച്ചു. അങ്ങനെ 15 ദിവസം ശിക്ഷയും കഴിഞ്ഞ് ഇറങ്ങുന്നു. അപ്പം വീണ്ടും ഞാൻ അവിടുന്ന് ഇതും കഴിഞ്ഞ് തലശ്ശേരി തന്നെ വരുന്നു. കാരണം വേറൊരു നാടറിയില്ല,
അങ്ങനെ വേറൊരു സ്ഥലവും അറിയില്ല, പോക്കുമില്ല, പോകാൻ വഴിയുമില്ല. അങ്ങനെ 15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തലശ്ശേരി തിരിച്ചെത്തുന്നു. അങ്ങനെ 15 ദിവസത്തിന് ശേഷം തലശ്ശേരിയിൽ തിരിച്ചെത്തിയ ജയൻ്റെ പേരിൽ അതേ കേസ് അതേ സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ കഴിയാത്തതിനാൽ മാഹി സ്റ്റേഷനിൽ ചാർജ് ചെയ്യപ്പെട്ടു. ജയിലിൽ വെച്ച് പരിചയപ്പെട്ടവരുടെ കൂടെ കഞ്ചാവ് ശീലിച്ചു. പിന്നീട് അത് വിൽപ്പനയായി. കൂടെ ചീട്ടുകളിയും. കയ്യിൽ പണമില്ലാത്തതിനാൽ തൻ്റെ വസ്ത്രം പണയം വെച്ച് കളിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജയന് വീട്ടുകാർ വസ്ത്രം എത്തിച്ചു കൊടുക്കേണ്ടി വന്നു. മൂത്ത അളിയൻ്റെ കൂടെ കൂലിപ്പണിക്ക് പോയി. പിന്നീട് ഇരിട്ടിയിലെത്തി. ഈ സമയം ജയിലിൽ നിന്ന് പരിചയപ്പെട്ട സുഹൃത്തുക്കളെ യാദൃശ്ചികമായി കണ്ടുമുട്ടി. അതിൽ ഒരു സുഹൃത്ത് ബൈരക്കുപ്പയിലേക്ക് കൊണ്ടുപോയി കഞ്ചാവ് തോട്ടം പരിചയപ്പെടുത്തി. 25,000 രൂപയുടെ കഞ്ചാവ് കൊണ്ടുവന്ന് ഇരിട്ടിയിൽ കച്ചവടം നടത്തി. പിന്നീട് അത് സ്ഥിരമായി. കൂട്ടുകാരെ ഒഴിവാക്കി സ്വന്തം കച്ചവടമായി. ഇരിട്ടി പോലീസ് കഞ്ചാവടക്കം ജയനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ 7 കേസ്. അതിൽ 2 കേസിൽ ശിക്ഷിച്ചു, 1 പിഴയടച്ചു തീർത്തു. ജയന് ജില്ലയിൽ കാലുകുത്താൻ പാടില്ല എന്നൊരു നിയമവും മറ്റും വന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ആ കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കാമോ? കണ്ണൂർ ജില്ലയിൽ കാലുകുത്താൻ പാടില്ല എന്ന് കളക്ടറേറ്റിൽ നിന്നൊരു ഓർഡർ വന്നു. എനിക്ക് എൻ്റെ കേസിൻ്റെ കാര്യം എല്ലാം അവർക്കറിയാം. ഇത്ര കേസുണ്ട്, ഇന്ന വകുപ്പാണ് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് അവർ എൻ്റെ കേസിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ കോപ്പി ഫുള്ളായിട്ട് എടുത്ത് കോടതിയിൽ നിന്ന് എടുത്ത് എന്നിട്ട് കളക്ടർ മുഖാന്തരം ഒരു പേപ്പർ ഇരിട്ടി സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുതന്നു. എന്നോട് പറഞ്ഞു, കണ്ണൂർ ജില്ലയിൽ 1 കൊല്ലം കാലുകുത്തരുത്, 1 വർഷം കാലുകുത്തരുത്, കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 3 വർഷം മുൻപ് 1 വർഷം കണ്ണൂർ ജില്ലയിൽ കാലുകുത്താൻ പാടില്ല എന്ന് കോടതി വിധി വന്നതിനെ തുടർന്ന് കോഴിക്കോട് സുഹൃത്തിൻ്റെ ചായക്കടയിൽ ജോലി ചെയ്ത് അവിടെ താമസമാക്കി. കണ്ണൂരിൽ അമ്മയും ഭാര്യയും 2 മക്കളും തനിച്ച്. 6 മാസത്തിന് ശേഷം അമ്മയ്ക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തി. ജയൻ നാട്ടിൽ വന്നു എന്ന വാർത്ത പോലീസ് അറിഞ്ഞു. നിയമം ലംഘിച്ചതിന് ജയനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നീട് 3 മാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ജയൻ ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചു. ഇരിട്ടിക്കടുത്ത് വിളക്കോട് പാട്ടത്തിന് സ്ഥലമെടുത്ത് വാഴകൃഷിയും ഇഞ്ചിക്കൃഷിയും ആരംഭിച്ചു. 2 കൃഷിയിലെ ലാഭവും വീട് പണയം വെച്ച് കിട്ടിയ 1.5 ലക്ഷം രൂപ ബാങ്ക് ലോണും കൂട്ടി 4 ലക്ഷം രൂപ മുടക്കി തില്ലങ്കേരിയിൽ റബ്ബർ പാട്ടത്തിനെടുത്തു. അന്ന് റബ്ബറിന് 195 രൂപ വിലയുണ്ടായിരുന്നു. പെട്ടെന്നുള്ള റബ്ബറിൻ്റെ വിലയിടിവ് ജയനെ വലിയ കടത്തിലേക്കാണ് നയിച്ചത്. 4 ലക്ഷം രൂപ മുടക്കിയ ജയന് കിട്ടിയത് 2 ലക്ഷം രൂപ മാത്രം. എന്നാൽ നിലവിലുള്ള ബാങ്ക് ലോൺ അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ ജയൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുശേഷം ഞാൻ അവിടെ വന്ന് എനിക്ക് 2 ലക്ഷം രൂപ നഷ്ടമായിട്ട് വന്നിട്ട് ഇവിടെ പാറക്കണ്ടത്ത് ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. 10 ഏക്കർ സ്ഥലം ഒരു ബ്രോക്കർ മുഖാന്തരം അത് ആ സ്ഥലം ഒന്നായിട്ട് 6 ലക്ഷം രൂപയ്ക്ക് എടുക്കുകയാണ് ഇത്. ഈ 6 ലക്ഷം രൂപ എങ്ങനെ ജയൻ്റെ കയ്യിലുണ്ടായി? 6 ലക്ഷം രൂപ എൻ്റെ കാരണവരുണ്ട്, മോഹനൻ, കേളവ മോഹനൻ, അവർ ഷെയറാണ് തോട്ടം. ഞാനിങ്ങനെ പോയി അവരെ വീട്ടിൽ പോയി പറഞ്ഞ് ഇങ്ങനൊരു തോട്ടം വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് പൈസയില്ല, വലിയ തോട്ടമാണ്, നമുക്ക് ഷെയർ ഇട്ടെടുക്കാമെന്ന് പറഞ്ഞു. അവർ വന്ന് തോട്ടം നോക്കി. അങ്ങനെ ഞങ്ങൾ 6 ലക്ഷം രൂപയ്ക്ക് ആ തോട്ടം 1 കൊല്ലത്തേക്ക് എഗ്രിമെൻറ്റ് ചെയ്തു. 2 ലക്ഷം രൂപ അവരും 2 ലക്ഷം രൂപ ഞാനും ഇടുന്നു ആദ്യം. അങ്ങനെ 4 ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുന്നു. ഇവരും ഞാനും നേരം വെളുക്കുന്നവരെ പണിയെടുത്തിട്ടും ഇതിനകത്ത് അന്നേരം ഷീറ്റിന് 95 രൂപയുണ്ട്. റബ്ബറിൻ്റെ ഷീറ്റിന് 95 രൂപ വിലയെത്തി. ഇപ്പോൾ ഇവരും ഞാനും അധ്വാനിച്ചിട്ട് രണ്ടാൾക്ക് കൂലി പോലും എത്തുന്നില്ല. ഈ 1200 മരം വെട്ടുന്നതിനകത്ത് 2 ടാപ്പിങ്ങാരും ഉണ്ട്. ഇതിനകത്ത് 2 ടാപ്പിങ്ങാരുടെ കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 ലക്ഷം രൂപയിൽ 1 രൂപ പോലും എടുക്കാൻ ബാക്കിയില്ല. തോട്ടം നഷ്ടത്തിലായപ്പോൾ പങ്കാളി ഉത്തരവാദിത്തം ജയനെ പ്രസ്തുത കൃഷിയിൽ നിന്നും പിന്മാറി. അങ്ങനെ ബാങ്ക് ലോണിൻ്റെ ബാക്കി 2 ലക്ഷം രൂപ കൂടി നഷ്ടമായി. തോട്ടത്തിൽ 20 ആടുകൾ ഉണ്ടായിരുന്നു. ആടുകളെ വിറ്റിട്ടും ജയൻ്റെ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ടാപ്പിംഗ് തൊഴിലാളിയായ കാക്കയങ്ങാട് സ്വദേശിക്ക് 6000 രൂപ കൊടുക്കുവാനുള്ള കാര്യം തെല്ലുഖേദത്തോടെയാണെങ്കിലും ജയൻ തുറന്നു സമ്മതിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് പടപൊരുതി വിജയം നേടുക എന്ന ജന്മനാൽ കിട്ടിയ കഴിവ് ഒന്നുകൊണ്ട് മാത്രം ഭാര്യയുടെ കെട്ടുതാലി അടക്കമുള്ള ആഭരണങ്ങൾ പണയം വെച്ച് ജയൻ വീണ്ടും തുടങ്ങി. എന്നാൽ ഇപ്രാവശ്യവും പ്രകൃതി ജയന് എതിരായിരുന്നു. ശക്തമായ കാറ്റിൽ പകുതിയോളം വാഴകൾ നിലംപൊത്തി. അപ്പോഴേക്കും കടം 8 ലക്ഷം കഴിഞ്ഞിരുന്നു. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ സ്ഥലം MLAയ്ക്കും മുഖ്യമന്ത്രിക്കും അപേക്ഷ നൽകി. രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പല്ലവി മാത്രമായിരുന്നു മറുപടി. പിന്നീട് ജയൻ കളക്ടറെ കണ്ടു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം കൃഷിഭവനുമായി ബന്ധപ്പെട്ടു. പിന്താങ്ങാനോ ശുപാർശ ചെയ്യാനോ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കൃഷിഭവനും ജയനെ കൈയൊഴിഞ്ഞു. കടത്തിൽ മുങ്ങി മുച്ചൂട് മുടിഞ്ഞിട്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനോ അബദ്ധസഞ്ചാരിയായി ജീവിക്കുവാനോ ജയൻ ആഗ്രഹിക്കുന്നില്ല. മാന്യമായി ജീവിക്കണം, കടങ്ങളെല്ലാം വീട്ടണം. പക്ഷേ കടക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ
കുനിഞ്ഞു പോകുന്ന ശിരസുമായി ജയൻ ചോദിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം? പുനർജനി തേടി പുതിയൊരു പുലരിതൻ പ്രഭ തേടി. പുനർജനി തേടി പുതിയൊരു പുലരിതൻ പ്രഭ തേടി. പുത്തൻ കനവിൻ പൂക്കാലം തേടി പൂക്കൾ വിരിയും പൂവാടി തേടി യാത്ര പുനർജനി തേടി യാത്ര പുനർജനി തേടി.